നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ശിരൂരിൽ ഇന്നും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. അർജുന്റേതല്ലെന്ന് സ്ഥിരീകരണം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുന്നു. അപകട സമയത്ത് ഉഗ്രസ്ഫോടനം നടന്നതായി സംശയമെന്ന ഈശ്വർ മൽപേ ന്യൂസ് 18നോട്. കീഴെ പോയപ്പോൾ ആദ്യം മാത്രം ഒരുപാട് ഒത്തിരി ഡീപ്പായിട്ടുണ്ട്. 30 അടി ഡീപ്പുണ്ട് അവിടെ. നേരത്തെ അതെല്ലാം പോലെ ഒരു 20 അടി, ഇപ്പോൾ 30 അടി ഡീപ്പ്. എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ചിന്ന ഒരു സ്പോട്ട് ആയിട്ടെങ്കിലും സ്പോട്ട് ആവും, അതറിയും. ഞാനിപ്പോൾ അത് എനിക്ക് പറയാനാവില്ല. അത് ML പിന്നെ SP പിന്നെ DC മേഡം അവർ പറയുന്നു. ഇടുക്കി ഏലപ്പാറയിലെ ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം. വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തി. പത്തനംതിട്ട മഠത്തുംപടിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. മലപ്പുറം പാലാങ്കരയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തിരിച്ചുവിട്ടു. രക്ഷപ്പെടുത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കണ്ണൂർ കരുവാഞ്ചലിലെ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്തെ ക്വാറി അടച്ചു പൂട്ടണമെന്ന് നാട്ടുകാർ. വിശദമായി നോക്കാം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള 2ാം ദിവസത്തെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ലോറിയുടെ അവശിഷ്ടങ്ങൾ അല്പസമയം മുമ്പ് കണ്ടെത്തി. എഞ്ചിൻ, റേഡിയേറ്റർ, കൂളിംഗ് ഫാനും മരത്തടികളുമാണ് കണ്ടെത്തിയത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് പുറമെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേയും ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നുണ്ട്. KV ബൈജു ശിരൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, വളരെ പ്രതീക്ഷയേറ്റിയ നിമിഷങ്ങളാണ് അല്പസമയം മുമ്പ് കടന്നുപോയത്. എഞ്ചിൻ ലഭിച്ചപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു അത് അർജുന്റെ ലോറിയുടെ എഞ്ചിൻ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. അത് മറ്റേതോ ലോറിയുടെ എഞ്ചിനാണ് എന്നുള്ളത് ലോറി ഉടമ മനാഫ് തന്നെ നമ്മളോട് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അർജുന്റെ ലോറി അവിടെ തന്നെ ഉണ്ട് എന്ന സൂചന നൽകുന്ന മറ്റ് അവശിഷ്ടങ്ങൾ, ഈ തടിക്കഷ്ണം അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. എന്തൊക്കെ ഭാഗങ്ങളാണ് അർജുന്റെ ലോറിയുടേത് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? ഈ സ്ഥാനത്ത് തന്നെ അർജുന്റെ ലോറി ഉണ്ടാകും എന്നുള്ള സൂചന നൽകുന്ന ഏതൊക്കെ തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ അവിടെയുള്ള തെരച്ചിൽ പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നുണ്ട്? ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് ഡ്രഡ്ജർ ആരംഭിച്ചത്. അതുപോലെ തന്നെ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധരും ആഴങ്ങളിലേക്ക് പോയത്. പക്ഷേ നമുക്ക് ഇന്ന് വലിയ തോതിൽ അത്തരത്തിലോളം ആശ്വാസകരമായ കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രധാനമായും 4 തടിക്കഷ്ണങ്ങൾ, അതായത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന ആ 4 തടിക്കഷ്ണങ്ങൾ മാത്രമാണ് ലഭിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആര്യ, ഇപ്പോൾ നമുക്ക് കാണുന്ന ആ ഡ്രഡ്ജറിന്റെ മുകളിൽ ഒരു എഞ്ചിൻ, ആ എഞ്ചിനാണ് നേരത്തെ ഇത്തരത്തിൽ ഈ ഡ്രഡ്ജിങ്ങിനിടയിൽ അതിൽ കുരുങ്ങുകയും പിന്നീട് അത് മുങ്ങൽ വിദഗ്ധർ അത് ഇട്ട് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഏതായാലും അത് അർജുന്റെ ലോറിയുടേതല്ല. ഇന്നലെ ലഭിച്ച ആ ലോറിയുടെ, ഇന്നലെ സ്റ്റിയറിംഗ് ഉൾപ്പെടെ ഒരു ഭാഗം ലഭിച്ചിരുന്ന ആ ലോറിയുടെ എഞ്ചിനാണെന്ന് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോഴും അർജുന്റെ ലോറി എവിടെയെന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. ഇപ്പോൾ ഡ്രഡ്ജിംഗ് മിഷൻ ഈ കാണുന്ന ഈ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഈ സോണാർ പരിശോധനയിലും അതുപോലെ എല്ലാ പരിശോധനയിലും റഡാർ പരിശോധനയിലും ഉൾപ്പെടെ വലിയ ലോഹഭാഗം കണ്ടെത്തിയത്. ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയും ഈ ഡ്രഡ്ജിംഗ് നടക്കുക. ഇപ്പോൾ അല്പസമയം ആ എഞ്ചിൻ ലഭിച്ചതിന് ശേഷം അവർ അല്പസമയം അത് എഞ്ചിൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇനി അല്പസമയത്തിനകം തന്നെ ആ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങും. ഇതേ സ്ഥലത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നടക്കുക. നമുക്ക് ഇനി എത്തേണ്ട ആ പോയിന്റ് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ ഒന്ന് പോകാം. കൃത്യമായി ഇപ്പോൾ നമുക്ക് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണുന്ന ആ ചുവന്ന മാർക്കിട്ട സ്ഥലം, അതാണ് നേവി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി ലോറിയുടെ ഒരു പൊസിഷനാണ് ഇപ്പോൾ കാണുന്നത്, ആ ദൃശ്യത്തിൽ കാണുന്നത്. അവിടത്തേക്കാണ് ഇനിയിപ്പോൾ ഈ ഡ്രഡ്ജിംഗ് മിഷൻ മണ്ണ് നീക്കം ചെയ്തെത്തേണ്ടത്. നാളെ വൈകിട്ട് 6 മണിവരെ ഇപ്പോൾ നിലവിൽ കരാർ കമ്പനിയുമായി തുക നൽകിയിട്ടുണ്ട്. പക്ഷേ അത് 10 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആ രീതിയിലാണ് ഈ കമ്പനിയുമായി കരാറുണ്ടാക്കിയത്. നമുക്ക് ആ പോയിന്റിലേക്ക്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആ പോയിന്റിലേക്ക് എത്തണം. അതേസമയം തന്നെ നമുക്ക് ആ മൺതിട്ട കൂടി ഒന്ന് ദൃശ്യം നമുക്ക് നോക്കിയാൽ കാണാം. അതൊക്കെ കുറച്ച് സമയം, അതായത് രാവിലെ 10 മണിക്ക് നമ്മളിവിടെ വരുമ്പോൾ അത് വലിയ തോതിൽ മൺകൂനകളൊക്കെ കാണുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ വെള്ളം കൂടിയതായി നമുക്ക് ഇപ്പോൾ ഇവിടുന്ന്
നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ മൺകൂനകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം കാണുന്ന ഒരവസ്ഥയുണ്ട്. പ്രധാനമായും വേലി ഏറ്റ സമയമാണിപ്പോൾ, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വെള്ളം ഇത്തരത്തിൽ കൂടിയത്. അല്പസമയം മുമ്പ് കാലാവസ്ഥ ചെറിയ തോതിലുള്ള മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മഴ മാറിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതികൂല കാലാവസ്ഥ നിലവിൽ ഇല്ല. ഈ വെള്ളം കയറുന്നത് സാധാരണയാണ്. വേലിയേറ്റ സമയത്ത് വെള്ളം കയറുകയും 4 മണിയോടുകൂടി വേലിയിറക്ക സമയത്ത് വെള്ളം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ്, ആ 2-3 മണിക്കൂറാണ് വളരെ നിർണായകം. ആ സമയത്ത് ഡ്രഡ്ജിംഗ് ഉപയോഗിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന യന്ത്രം, ഇത് 5 മീറ്റർ വരെ താഴ്ചയിലുള്ള മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന യന്ത്രമാണ്. ഈ യന്ത്രഭാഗം അടിത്തട്ടിൽ എത്തിയതിന്റെ ഏറ്റവും ഉദാഹരണമാണ്. ആ എഞ്ചിൻ ഏറ്റവും താഴെ നിന്നും ഇപ്പോൾ മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചത്. എന്തായാലും ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ച് അർജുൻ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതും ആ കാര്യം തന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തു നിന്നാണ് കയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിട്ടിയത്. ആ ലോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങളെല്ലാം, തടിക്കഷ്ണങ്ങളൊക്കെ കിട്ടിയത് ഈ ഭാഗത്തു നിന്നാണ്. ഇതേ പോയിന്റാണ്, ഇതിന് തൊട്ട് മുന്നിലായാണ് ഈ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. ഈ മണ്ണിടിച്ചിൽ ഏറ്റവും വലിയ ആഘാതമുണ്ടായ സ്ഥലം തന്നെയാണ് ഇത്. 8 പേരുടെ മൃതദേഹം ലഭിച്ചത് ഈ സ്ഥലത്തു നിന്നാണ്. 3 പേരെ ഇനി കണ്ടെത്താനുണ്ട്. അർജുൻ ഉൾപ്പെടെ ലോകേഷും ജഗന്നാഥും കന്നഡികരായ 2 പേർ. ഒരാൾ ലക്ഷ്മണന്റെ കടയിലെ 20 വർഷമായി ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ ജഗന്നാഥിനെയും കണ്ടെത്താനുണ്ട്. 3 പേർക്കായുള്ള തിരച്ചിലാണിപ്പോൾ ഗംഗാവലി പുഴയിൽ ഏറ്റവും അവസാനമായുള്ളൊരു ദൌത്യം, 3ാം ഘട്ട ദൌത്യം. 2 മാസത്തിന് ശേഷം അത് നടക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ നിമിഷം തന്നെയാണ്. ഇവിടെ ഓരോ മണിക്കൂറും നിർണായകം തന്നെയാണ്. കാലാവസ്ഥ രാവിലെ നല്ല ചൂടാണ് ഈ പ്രദേശത്ത് ആയിരുന്നെങ്കിൽ ഇപ്പോൾ മഴയുടെ ഒരു മൂടം ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. എന്തായാലും മറ്റ് കാലാവസ്ഥ മുന്നറിയിപ്പുകളൊന്നും ഇല്ല. ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിച്ചതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകില്ല. വൈകിട്ടോടുകൂടി വേലിയിറക്കിയ സമയത്തായിരിക്കും മഴ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ സമയത്തായിരിക്കും ഈ കൂടുതൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന, ആ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന സമയം. എന്തായാലും ആ സമയം വരെ വൈകിട്ട് നിർണായകമായ നിമിഷമായിരിക്കും ആ വൈകിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ യന്ത്രം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു എഞ്ചിൻ താൽക്കാലികമായ ഒരു വിശ്രമം എടുക്കുകയാണ് അതിൽ വർക്ക് ചെയ്യുന്നവർ എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ബൈജു, അപ്പോൾ ഇന്ന് എത്ര മണിവരെ ഈ തെരച്ചിൽ ഉണ്ടാകും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർണായകമാണ് ഈ 3 ദിവസം. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ തെരച്ചിൽ അതിസങ്കീർണമാണ്. ഈ 3 ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിക്കില്ല എന്ന് തന്നെയല്ലേ? അത് നമുക്കിപ്പോൾ വ്യക്തമല്ല. കാരണം ഏത് സമയത്തും ഈ സൂചനകൾ ലഭിച്ചേക്കാം. അത് ഈ ഡ്രഡ്ജർ ഉപയോഗിക്കുമ്പോൾ, അത് തെരച്ചിൽ നടത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ രാവിലെ ഇന്ന് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവർ കരാർ ഈ കമ്പനി ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഈ ഡ്രഡ്ജിംഗ് മെഷീൻ 9 മണിയോടെ അടുത്താണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ 7 മണി വരെ ഇന്ന് ഈ തെരച്ചിൽ തുടർന്നേക്കാം. അതുകൂടാതെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ എനിക്ക് സമീപത്തായി മീറ്ററുകൾ മാറി അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെയാണ് ഒരു സ്കൂട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ആ സ്കൂട്ടി കയർ ഉപയോഗിച്ച് അത് കെട്ടിവെച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഡ്രഡ്ജിംഗ് മെഷീൻ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റില്ല. ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ തന്നെയായിരിക്കും നടക്കുക. അത് അല്പസമയത്തിനകം പുനരാരംഭിക്കും. ആ മണ്ണ് നീക്കുന്ന പ്രവൃത്തി മാത്രം ഇന്ന് നടക്കൂ. ഏതെങ്കിലും മറ്റ് വസ്തുക്കൾ കിട്ടിയാൽ അത് പുറത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സമയം കളയാൻ ഇന്നില്ല. കാരണം ഇന്നലെ ഉച്ച മുതൽ കണ്ടെത്തിയ വാഹനങ്ങൾ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ യന്ത്രം പ്രവർത്തിപ്പിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ഒഴിവാക്കാനാണ് ഇന്ന് ഈ മണ്ണ് നീക്കം മുഴുവനായി ചെയ്യുക. അവിടെ നിന്നും എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നോ എന്ന് അറിയുക. അത് ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഒരു ലോറിക്കരികിലേക്ക് അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ദൌത്യ സംഘം നമ്മോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ തകർന്ന നിലയിൽ, തരിപ്പണമായ നിലയിൽ അത്രത്തോളം വലിയ അപകടത്തിന്റെ ആ വ്യാപ്തി നമുക്ക് ആ എഞ്ചിൻ നോക്കിയാൽ തന്നെ കാണാം. ഒരു ലോറി, അത് നേരത്തെ മാൽപ്പ പറഞ്ഞതുപോലെ ആ വാഹനം ഈ പൊടിയിലേക്ക് മറിഞ്ഞ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അതിന് സ്ഫോടനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത്രത്തോളം ആ വാഹനം വലിയ കേടുപാടുകളാണ് സംഭവിച്ചതിന്. ഓരോ ഭാഗങ്ങളും പല സാധനങ്ങളിലായി ചിന്നിച്ചെതിരിയ അവസ്ഥയാണ്. എന്നാൽ ആ വാഹനത്തിന്റെ എഞ്ചിനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ വാഹനത്തിന്റെ വസ്തുക്കളാണ് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ. അർജുന്റെ വാഹനത്തിന്റെ കാര്യമായ ഒരു വസ്തു തകർന്ന നിലയിലോ മറ്റോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അർജുന്റെ വാഹനം ഇതേപോലെ തകർന്നിട്ടില്ല, ചിന്നിച്ചിതറിയിട്ടില്ല, അതിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനാഫ് തീർത്തു പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കുടുംബവും മനാഫും ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ക്യാബിൻ തകർന്നിട്ടുണ്ടാവില്ല, ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടാകും, അത്തരത്തിൽ തന്നെ നമുക്ക് അർജുനെ കിട്ടുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ, അല്ലേ?
തീർച്ചയായും അത് തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലും വ്യക്തമാക്കിയത്. ആ വാഹനത്തിന് വലിയ തോതിൽ കേടുപാട് പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ റഡാർ പരിശോധനയിലും കണ്ടെത്തിയത്. അത് തന്നെയാണ് നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ സോണാർ പരിശോധനയിലും മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ തോതിൽ ആ ലോറിയുടെ ലോഹഭാഗങ്ങൾ അതിൽ സിഗ്നലായി ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ പ്രദേശത്തിനരികിലാണ് ഡ്രഡ്ജർ നിൽക്കുന്നത്. ആ പ്രദേശത്താണ് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നത്. എന്തായാലും ആ വാഹനം വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടില്ല, ക്യാബിൻ വേർപെട്ടിട്ടില്ല എന്നൊക്കെ ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും ഇത് പൂർണ്ണമായും ഈ മണ്ണ് നീക്കം ചെയ്ത് ലോറി പുറത്തെടുത്താൽ മാത്രമേ എത്രത്തോളം ആഘാതം ആ ലോറിക്ക് ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന ഒരു ചോദ്യം നമുക്ക് അതിന് ഉത്തരം ലഭിക്കൂ. എന്തായാലും കുടുംബം അത്തരത്തിൽ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 10 ദിവസത്തെ തെരച്ചിലെങ്കിൽ അത് ഏറ്റവും അവസാനമായ തെരച്ചിലെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ തിരച്ചിൽ പൂർണ്ണമായും 10 ദിവസം കഴിഞ്ഞാൽ മാനസികമായി അവർ അത് പൊരുത്തപ്പെടുന്നു. അവർക്ക് ആ രീതിയിൽ അവർ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മനസ്സ് പാകപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്തായാലും അവർ ഇന്ന് അഞ്ജു ഇവിടെ ഉണ്ട്. അവർ ഇന്ന് വൈകിട്ടോടുകൂടി തിരിക്കും. ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അവർ വൈകിട്ടോട് തിരിക്കും. ജിതിൻ ഇവിടെ തുടരും. അതുപോലെ തന്നെ സഹോദരൻ അഭിജിത്ത് തുടരും. ലോറി ഉടമ മനാഫും ഒപ്പം RC ഓണറായ മുബീനും ഉണ്ട്. അവർ ഇവിടെ തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഏതെങ്കിലും വസ്തുക്കൾ ലഭിച്ചാൽ അത് സ്ഥിരീകരണം ലഭിക്കേണ്ടത് അവരിൽ നിന്നാണ്. കൃത്യമായ അടയാളം അവർ നൽകി കഴിഞ്ഞു. വെള്ള ഭാരത് ബെൻസ് ആണ്. 15 ടണ്ണോളം ഭാരമുള്ള ആ ഭാരത് ബെൻസ് ഇതുവരെ എവിടെയെന്ന് നമുക്ക് ഈ ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങളിൽ നിന്നോ മറ്റോ ഏതെങ്കിലും സ്ഥലത്തോ ഇതുവരെ നമുക്ക് അതിന്റെ ഒരു ഭാഗങ്ങളോ കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. എന്തായാലും വളരെ വൈകാതെ തന്നെ ആ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ദൌത്യ സംഘവും കുടുംബവും ഇപ്പോഴും വെച്ചു പുലർത്തുന്നു. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അത് 2ാം നാൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു ലോറിയുടെ എഞ്ചിൻ ഭാഗം ലഭ്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മളത് അർജുന്റെ ലോറിയുടെ ഭാഗമാണോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ മനാഫ് തന്നെ അത് സ്ഥിരീകരിച്ചു. അത് ഇന്നലെ കണ്ടെത്തിയ ലോറിയുടെ അവശിഷ്ടങ്ങൾ, ആ ലോറിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ ഒരു വിശ്രമവേളയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ തെരച്ചിലിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഡ്രഡ്ജർ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വീണ്ടും അവിടെ തെരച്ചിൽ ആരംഭിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചിലപ്പോൾ നിർണായകമായ സൂചനകൾ ലഭ്യമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവിടെ എല്ലാവരും ഉള്ളത്. അർജുന്റെ കുടുംബം അവിടെ ഉണ്ട്. അവരെല്ലാവരും ഇത്തരത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ശിരൂരിൽ അപകട സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായതായി സംശയിക്കുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ. ഗംഗാവലി പുഴയിൽ നിന്ന് ഇന്നലെ ലഭിച്ച ലോറിയുടെ ഭാഗങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നതെന്ന് മൽപെ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും ഈശ്വർ മൽപെ ന്യൂസ് 18നോട് പറഞ്ഞു. അതിപ്പോൾ എനിക്കിപ്പോൾ പറയാനാവില്ല. ഞാനിപ്പോൾ കീഴെ പോയപ്പോൾ അതേ മാതിരി ഒരുപാട് ഒത്തിരി ഡീപ്പായിട്ടുണ്ട്. 30 അടി ഡീപ്പുണ്ട് അവിടെ. നേരത്തെ അതെല്ലാം പോലെ ഒരു 20 അടി, ഇപ്പോൾ 30 അടി ഡീപ്പ്. എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ചിന്ന ഒരു സ്പോട്ട് ആയിട്ടെങ്കിലും സ്പോട്ട് ആവാന്നറിയൂ. ഞാനിപ്പോൾ അത് എനിക്ക് പറയാനാവില്ല. അത് ML പിന്നെ SP പിന്നെ DC മേഡം അവർ പറയുന്നു. ഇപ്പം എനിക്കൊരു സംശയം പറഞ്ഞു ബോഡിയെല്ലാം പൊട്ടിയിട്ടുണ്ടോ, അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറയാനാവില്ല. അതിപ്പോൾ എന്തെങ്കിലും അതിന് ബദലി ഉത്തര അവർ ചൊല്ലു. ഒരു അടിഭാഗത്തുള്ള മണ്ണുണ്ടല്ലേ അതെല്ലാം മേലെ പോയി, മേൽഭാഗത്തെ വാഹനം കീഴെ പോയി. അങ്ങനെ ആയിട്ടുണ്ട് അവിടെ. അത് കാണാൻ അങ്ങനെ ഉണ്ട്. ഇത് അടിഭാഗത്തുള്ള മണ്ണുണ്ടല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്പോട്ട് ആകുന്ന അങ്ങനെ ഫസ്റ്റിലെ അടിഭാഗത്തുള്ള മണ്ണ് മേലെ പോകും. അപ്പോൾ ഇതെല്ലാം അടിയിലെ പോയി. ആ മാതിരി ഉണ്ട്. അപ്പോൾ ആ മണ്ണെടുത്ത മട്ട് കിട്ടും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പം വാർത്തകളിലേക്ക്. ഇടുക്കി ഏലപ്പാറ 1-ാം മൈലിലെ ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ വന്യജീവി കൊന്നു. ആക്രമിച്ചത് പുലിയാകാമെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ. ആഴ്ചകൾക്ക് മുൻപ് പ്രദേശവാസി പുലിയെ നേരിൽ കണ്ടിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഇവിടെ വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്നത്. നമ്മുടെ ഈ 1-ാം മൈലിൻ്റെ ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്യമൃഗശല്യം അതിൻ്റെ ഭീഷണിയിലാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഏല കൃഷി ചെയ്തു വരുന്ന സണ്ണി എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ പറമ്പിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം, പുലിയെ നേരിൽ കണ്ടു എന്ന് അദ്ദേഹം പറയുകയും അതിവിടെ മാധ്യമ വാർത്തകളൊക്കെ വന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ വന്യമൃഗങ്ങൾ, ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന നിത്യസംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിക്കാറുണ്ട്. അവർ വന്ന് ഒരു പരിശോധന നടത്തി പോകുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണുന്ന കാര്യത്തിൽ അവർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല. പത്തനംതിട്ടയിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നതും പതിവായി. പന്നിശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മഠത്തുംപടിയിൽ രാപ്പകലില്ലാതെ പന്നിശല്യമാണ്. കഴിഞ്ഞ ദിവസം വളർത്തുനായയെ കൊന്ന കാട്ടുപന്നി കൃഷിയിടങ്ങളും നശിപ്പിച്ചു. ജോലിക്ക് പോകാൻ പോലും ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ ഭയമാണ്. പകൽ സമയത്ത് പോലും കാട്ടുപന്നിയുടെ ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ പന്നിയുടെ ഒറ്റയാൻ ഇറങ്ങിയേക്കുന്നത്. കാരണം ജസ്റ്റ് മിസ്സിന് ഞാൻ അതിന് മുമ്പ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് സൈഡിൽ തന്നെ പട്ടിയുടെ കുറെ ആയിട്ടാണ് ഞാൻ ടോർച്ച് അടിച്ചുകൊണ്ട് ചെന്നത്. ടോർച്ച് അടിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അനക്കം കേട്ട് ഞാൻ ടോർച്ച് അടിച്ച് നോക്കി, ജസ്റ്റ് ഒരു മതിലിന്റെ വ്യത്യാസം. അതുപോലെ പന്നി അപ്പുറത്തേക്ക് ഞാൻ ഇപ്പുറത്തേക്കുന്നു. ടോർച്ച് അടിച്ച് നോക്കി ഒറ്റയാനാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ജീവൻ എടുത്ത് കൈ പിടിച്ചാണ് ഞാൻ ഓടി പരിക്കാത്ത കയറുന്നത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഉറപ്പായിട്ടും കുത്തി വളർത്തേനെ. സ്ഥിരമായിട്ട് പന്നി ഇവിടെ ഉള്ളതാണ്. വനം വകുപ്പിന് സഹായം തേടിയെങ്കിലും നടപടിയെടുക്കേണ്ടത് നാരങ്ങാനം പഞ്ചായത്ത് എന്നായിരുന്നു മറുപടി. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പകലെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു 4-5 മണിയാവുമ്പോൾ ഇതിങ്ങനെ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മുറ്റത്തിറങ്ങാനൊക്കത്തില്ല. 5 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഏറിയയിലെങ്ങും നിൽക്കാനൊക്കത്തില്ല. പകല് പോലും വെളുപ്പാങ്കാലത്തും അത് തന്നെ അവസ്ഥ. ജീവനെ പേടിച്ച് തന്നെ. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഷൂട്ടർമാരെ നിയോഗിച്ച് കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം പാലാങ്കര താന്നിപ്പൊട്ടിയാൽ കുട്ടിയാന കിണറ്റിൽ വീണു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കുട്ടിയെ പുറത്തെടുത്ത് കാട്ടിലേക്ക് തിരിച്ചുവിട്ടു. JCBയുടെ സഹായത്തോടെയാണ് ആനക്കുട്ടിയെ കിണറ്റിൽ നിന്ന് കരകയറ്റിയത്. കണ്ണൂർ കരുവാഞ്ചാൽ മാവുഞ്ചാലിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധം. ക്വാറി അടച്ചുപൂട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വെള്ളാടു വില്ലേജിലെ മാവുഞ്ചാലിലാണ് ജനവാസ മേഖലയിൽ കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. ഇതേ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. തളിപ്പറമ്പ് താലൂക്കിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് വെള്ളാടു വില്ലേജിലെ ഈ പ്രദേശം. വീടുകളുടെ ചുമരുകളിൽ വിള്ളലുകൾ അടക്കം രൂപപ്പെട്ടതോടെ പലരും താമസം മാറിപ്പോയി. ഉരുൾപൊട്ടൽ സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലയിടത്തും പരാതിയും നൽകി. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയായ ഒരു കോറയാണ് മുകളിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ കുറേ പരാതി കൊടുത്തു. നവകേരള സദസ്സിലടക്കം പരാതി കൊടുത്തിട്ട് യാതൊരു വിധത്തിലുള്ളൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അപ്പം ആ കോറയ്ക്ക് ചെങ്കുത്തായ ഒരു പ്രദേശം, ഒരു 80-90 ഡിഗ്രിയിൽ ചെരുവിൽ ആ കോറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഭീകരമായ ഒരു കോറ. അതിന് അനുമതി കൊടുത്ത ഏത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളും അതിന് ലൈസൻസ് കൊടുക്കുന്ന ഒരു കോറയല്ലത് പ്രവർത്തിക്കുന്നത്. ചെങ്കുത്തായ പ്രദേശത്താണ് കരിങ്കൽ ക്വാറി ഉള്ളത്. ഉരുൾപൊട്ടൽ ഭയത്തോടെയാണ് ഓരോ നിമിഷവും ഇവിടെ കഴിയുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ജീവന് ഭീഷണി ഉയർത്തി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾ അടച്ചുപൂട്ടാനുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി പാലക്കാട് വെള്ളറച്ചോല പാലം. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതാണ് ദുരിതത്തിന് കാരണം. ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതല്ലാതെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ നടപടിയില്ലെന്നാണ് ആക്ഷേപം. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ പട്ടിത്തറ വെളറച്ചോല പാലമാണ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. സംരക്ഷണ ഭിത്തി തകർന്നതാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. അരീക്കാടിൽ നിന്നും പറക്കുളം ഭാഗത്തേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് ഈ തകർച്ച. പാലത്തിന് മുകളിലൂടെ ഭാരവാഹനങ്ങളുടെ യാത്രയ്ക്കും ഗ്രാമപഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളുടെ നിയന്ത്രണം തുടരുന്നതല്ലാതെ തകർച്ച നേരിടുന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ നടപടിയില്ലെന്നാണ് ആക്ഷേപം. പാലത്തിന് 40 വർഷത്തിലധികം പഴക്കമുണ്ട്. പറക്കുളത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പാലം എത്തുന്നതിന് തൊട്ടു മുൻപായി പലപ്പോഴും അപകടത്തിൽപ്പെടാറുമുണ്ട്. റോഡിന്റെ വളവും ഇതിന് കാരണമാണ്. നിരവധി യാത്രക്കാരും വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കും. ന്യൂസ് 18 പാലക്കാട്.
ഇടുക്കി മ്ലാമലയിൽ നിന്നും പാമ്പനാറിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. വഴി നൽകാൻ കഴിയില്ലെന്ന് തേയിലത്തോട്ടം ഉടമ നിലപാടെടുത്തതാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം. 2020 PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കിയിലെ മ്ലാമലയിൽ നിന്നും ലാൻഡ്രം എസ്റ്റേറ്റ് വരെയുള്ള റോഡിന്റെ പണികൾ തുടങ്ങിയത്. 9 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 4 കിലോമീറ്റർ സ്വകാര്യ വ്യക്തിയുടെ തേയിലത്തോട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിർമ്മാണത്തിന്റെ ആരംഭഘട്ടത്തിൽ 8 മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകാമെന്ന സ്ഥലമുടമ പറഞ്ഞിരുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ തോട്ടം ഉടമ സ്ഥലം വിറ്റു. പുതിയ ഉടമയാണ് 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ സ്ഥലം നൽകാൻ കഴിയില്ലെന്ന നിലപാടെടുത്തത്. വീതി കൂട്ടിയ ഭാഗത്ത് പുതിയ വേലി കെട്ടി സ്ഥലം തിരിച്ചെടുക്കുകയും ചെയ്തു. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാറ് ഭാഗങ്ങളിലൊക്കെ ബ്ലോക്കുകളോ അതുപോലെ തന്നെ കക്കിക്കവല ഭാഗത്ത് വെള്ളം കയറുവാണെങ്കിലോ എളുപ്പം കുമളിയിലേക്ക് എത്താവുന്ന ഒരു വഴിയും കൂടിയാണ്. ഏതാണ്ട് 26 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പഴയ പാമ്പനാറ്റിൽ നിന്ന് മ്ലാമല വെള്ളാറങ്ങുന്ന് വഴി കുമളിക്ക് പോകാവുന്നതാണ്. അതുപോലെ വെള്ളാറങ്ങുന്ന് ചെങ്കര വഴി കട്ടപ്പനയ്ക്കും പോകാൻ എളുപ്പ വഴിയാണിത്. അതുപോലെ ശബരിമല സീസൺ ആകുമ്പോൾ ഇതിലെ തീർത്ഥാടകർക്ക് എളുപ്പം, അതുപോലെ തന്നെ ഈ മകരവിളക്ക് സമയത്തൊക്കെ പരുന്തുംപാറയിലെത്താനൊക്കെ തൊട്ടടുത്ത് ഇവിടുന്ന് 8-9 കിലോമീറ്റർ കഴിഞ്ഞാൽ പരുന്തുംപാറയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഇതും കൂടെയാണ്. അതുപോലെ 2 ഹൈവേ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് അടിമാലി കുമളി റോഡും അതുപോലെ തന്നെ ഡിണ്ടിക്കൽ കൊട്ടാരക്കര റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡും കൂടിയാണ് ഇത്. റോഡ് ഞങ്ങൾ പറയുന്ന 8 മീറ്റർ അല്ല 12 മീറ്റർ വീതിയിൽ എടുത്തു പോയാൽ ജനങ്ങൾക്കെല്ലാം ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായിട്ട് ഇത് മാറാൻ ആണ് സാധ്യത. ഈ മ്ലാമലയുടെ മുഖച്ഛായ തന്നെ മാറുകയും ചെയ്യും. 5 കിലോമീറ്റർ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി. തേയിലത്തോട്ടത്തിലൂടെയുള്ള 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത്. അടിമാലി, കുമളി, കൊട്ടാരക്കര, ദിണ്ടുക്കൽ എന്നീ ദേശീയപാതകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന റോഡാണിത്. എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വീതിയില്ലാത്തതിനാൽ തുടർ പണികളെല്ലാം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. പണിക്കെത്തിച്ച യന്ത്രങ്ങളും തുരുമ്പെടുത്തു തുടങ്ങി. തോട്ടമുടമയുടെ നടപടിക്കെതിരെ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് പട്ടാമ്പി താലൂക്കിൽ 67 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം CNS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗം തീർപ്പുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കുടിയായ്മയുമായി ബന്ധപ്പെട്ട ഒരു കേസുമില്ലാത്ത കേരളമായി ഈ കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ. ഭൂമി തരം മാറ്റാനുള്ള ധാരാളമായ അപേക്ഷകൾ പല വിധത്തിൽ പെൻഡിങ്ങിൽ നിൽക്കുന്നു. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റിന് തിരിച്ചറിഞ്ഞുകൊണ്ട് 2008 നെൽവയ തണ്ണീർത്തട നിയമത്തിൽ RDO എന്ന പദം നിർവചിക്കാൻ തീരുമാനിച്ചു. നെൽവയ തണ്ണീർത്തട നിയമത്തിന്റെ ഭാഗമായിട്ട് തരം മാറ്റാനുള്ള അവകാശത്തെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഇതേതാണ്ട് തരം മാറ്റാനുണ്ടാക്കിയ നിയമമാണ്. അങ്ങനെയല്ല, ഇത് തരം മാറ്റാതിരിക്കാനുണ്ടാക്കിയ നിയമമാണ്. യഥാർത്ഥത്തിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാനുള്ള നിയമം. പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ iPhone ഉടമയ്ക്ക് തിരിച്ചു നൽകി യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്. കോഴിക്കോട് മുക്കം കുറ്റിപ്പാല സ്വദേശികളായ ഫൈസൽ, സുബൈർ, റംഷാദ് എന്നിവർ പുലൂരാംപാറ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് 80,000 വില വരുന്ന iPhone കളഞ്ഞുകിട്ടിയത്. ഫോൺ വൃത്തിയാക്കി സിം എടുത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ച നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഉടമയായ ആകാശിനെ കണ്ടെത്തിയത്. ഫോൺ ആകാശിന്റേതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫൈസലും കൂട്ടുകാരും മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഫോൺ ആകാശിന് കൈമാറി. വെറുതെ മണലിലിങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തോ സാധനം നമ്മുടെ കയ്യിൽ തടഞ്ഞു. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോണാണ്. അങ്ങനെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ചാർജ് ചെയ്തു. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചാർജ് ചെയ്തു. അതിൽ സിം എടുത്ത് അതിൽ സിമ്മിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. ആളെ കിട്ടി, വിളിച്ചു. തിരുവമ്പാടി പൊനാംകയം സ്വദേശി ആകാശ് യാത്രക്കിടെ പുഴയിൽ കാൽ കഴുകാൻ ഇറങ്ങിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടത്. യാത്ര ചെയ്ത ഇടങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരുവമ്പാടി പോലീസിൽ പരാതിയും നൽകി. 4 ദിവസത്തിനു ശേഷം ഫോൺ കേടുപാട് കൂടാതെ കിട്ടിയ സന്തോഷത്തിലാണ് ആകാശ്. മാതൃകാ പ്രവർത്തനം നടത്തിയ യുവാക്കളെ പോലീസ് അഭിനന്ദിച്ചു. ന്യൂസ് 18 മുക്കം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹ്യുണ്ടായിയുടെ ലേറ്റസ്റ്റ് മോഡൽ ഗ്രാൻഡ് ഐറ്റൺ കാർ വഴിപാടായി നൽകിയ ഭക്തൻ. ഹ്യുണ്ടായിയുടെ കേരള ലീഡ് ഡീലർ MD ഉദയകുമാർ റെഡ്ഡിയാണ് കാർ സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കാർ ഏറ്റുവാങ്ങി. അയർലൻഡിലെ ഇന്ത്യൻ കൂട്ടായ്മ
കൂട്ടായ്മയായ വോയിസ് ഓഫ് മുള്ളിങ്കാർ ഓണം ആഘോഷിച്ചു. പ്രശാന്ത് കാഞ്ഞിരമറ്റത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോ അരങ്ങേറി. ചെണ്ടമേളം, തിരുവാതിര, വടംവലി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,775 രൂപ, പവന് 46,200 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഏകോപന